ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 5 ആണ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അധികം ആളുകളും എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഇതായിരുന്നു. എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എസ്സേ ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മനസ്സിലാക്കണം. അതിന് മുൻപായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു കമ്പനി ചിലപ്പോൾ മറ്റ് കമ്പനികളെയും കൂടെ വാങ്ങാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ജിയോ എന്ന കമ്പനീനെ തന്നെ എടുക്കാം. റിലയൻസ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി അതിൻ്റെ കീഴിൽ വരുന്ന പല കമ്പനികളെയും അതിൻ്റെ കീഴിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒന്ന് ജിയോ, മറ്റൊന്ന് ന്യൂസ് 18 നെറ്റ്വർക്ക്, മറ്റൊന്ന് നമുക്കെന്താ പറയുക, റിലയൻസ് പെട്രോളിയം പറയാം, റിലയൻസ് ഇൻ പെട്രോളിയം. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ കമ്പനിയിലും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് ചിലപ്പോൾ ഇവിടെ 70% ഷെയർ ഉണ്ടാവാം, ഇവിടെ ഒരു 65% ഷെയർ ഉണ്ടാവാം, ഇവിടെ ഒരു 80% ഷെയർ ഉണ്ടാവാം, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വെറും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെത് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ പിക്ചർ കിട്ടൂല. അപ്പോൾ ഈ മൊത്തം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാൽക്കുലേഷൻസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചെറിയ രീതിയിലുള്ള പ്രിപ്പറേഷനുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. സംടൈംസ് എ കമ്പനി പർച്ചേസ് ഓർ അക്വയർ മോർ ദാൻ 50% ഓർ മെജോറിറ്റി ഓർ ഓൾ ഷെയർസ് ഓഫ് അനദർ കമ്പനി ഫോർ സെക്യൂറിങ് കൺട്രോൾ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 50% കൂടുതലോ അല്ലെങ്കിൽ മെജോറിറ്റി ഷെയറോ അല്ലെങ്കിൽ 100% ഷെയർ തന്നെ മറ്റ് കമ്പനികൾ എന്ത് ചെയ്യുക, അക്വയർ ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ ഒക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ എ കമ്പനി വിച്ച് അക്വയർസ് മോർ ദാൻ 50% ഓഫ് ഷെയർസ് ഓഫ് അനദർ കമ്പനി ഈസ് കോൾഡ് പാരന്റ് കമ്പനി ഓർ ഹോൾഡിംഗ് കമ്പനി. അങ്ങനെ മറ്റ് കമ്പനികളുടെ ഷെയർ മോർ ദാൻ 50% ഷെയർ വാങ്ങുന്നുണ്ടെങ്കിൽ അത്തരം കമ്പനിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കുന്നത്. ഇനി ഏത് കമ്പനിയുടെ ഷെയർ ആണോ വാങ്ങപ്പെട്ടത്, അതായത് ഇപ്പം റിലയൻസ് ജിയോന്റെ ഷെയർ വാങ്ങി എന്ന് പറയില്ല, അപ്പോൾ ആ ജിയോനെ നമ്മൾ എന്ത് വിളിക്കും, എ കമ്പനി ഹൂസ് മെജോറിറ്റി ഈ ഷെയർസ് ആർ അക്വേർഡ് ബൈ പാരന്റ് കമ്പനി. ഒരു പാരന്റ് കമ്പനിയാൽ ഷെയർ വാങ്ങപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ട്, അങ്ങനത്തെ കമ്പനി, വാങ്ങപ്പെട്ട ആ കമ്പനി നമ്മൾ എന്ത് വിളിക്കും, ഈസ് നോൺ ആസ് സബ്സിഡിയറി കമ്പനി. അപ്പോൾ വാങ്ങിയ കമ്പനിനെ പാരന്റ് കമ്പനി എന്നും ആ വാങ്ങപ്പെട്ട കമ്പനിനെ നമ്മൾ സബ്സിഡിയറി കമ്പനി എന്നും വിളിക്കും. സപ്പോസ് എ ലിമിറ്റഡ് അക്വയർസ് 75% ഓഫ് ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ്. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന്റെ 75% ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എ ലിമിറ്റഡ് ആണെന്ത്, പാരന്റ് കമ്പനി, ബി ലിമിറ്റഡ് ആണെന്ത്, സബ്സിഡിയറി കമ്പനി. അത്രേ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാനുള്ളൂ, പറയാനുള്ളൂ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം കൂടെ പഠിക്കണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ IND-AS 110 പ്രകാരം ഡെഫിനിഷൻ കൃത്യമായിട്ടുണ്ട്. ആ ഡെഫിനിഷൻ തന്നെ എടുക്കാം നമുക്ക്. എന്താണ്, നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതിയാൽ മതി. നിങ്ങൾക്ക് എന്താ എഴുതാം, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എല്ലാവരും കൂടെയും കൂട്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിൽ ഇൻ വിച്ച് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റീസ്, ഇൻകം, എക്സ്പെൻസസ് ആൻഡ് ക്യാഷ് ഫ്ലോ ഓഫ് പാരന്റ് കമ്പനി ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറീസ് ആർ പ്രസൻറ്റഡ് ആസ് ദോസ് ഓഫ് സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി. ഒരൊറ്റ സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റീൻ്റെതായിട്ടാണ് ഇത് എന്ത് ചെയ്യുക. അതായത് ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യും, എല്ലാ അസറ്റും, ലയബിലിറ്റിയും, എക്വിറ്റിയും, ഇൻകം, എക്സ്പെൻസും, ക്യാഷ് ഫ്ലോ ഒക്കെ
പാരൻറ്റിൻ്റെയും സബ്സിഡിയറിൻ്റെയും ഒക്കെ ഒരു സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റീൻ്റെത് പോലെ എന്ത് ചെയ്യും കാണിക്കും. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പാരൻറ്റ് കമ്പനീൻ്റെയും സബ്സിഡിയറി കമ്പനീൻ്റെയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്നായിട്ട് കൂട്ടിക്കുഴച്ച് ഒരു മൊത്തം ഒരു അവിയൽ പരുവത്തിലാക്കിയിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കും ഒരൊറ്റ സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റീൻ്റെ. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാരൻറ്റ് കമ്പനി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാരൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ മെജോറിറ്റി, അതായത് 50% കൂടുതൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നുണ്ടെങ്കിൽ ആ 50% അക്വയർ ചെയ്ത കമ്പനിയാണ് പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാരൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? പാരൻറ്റ് ഈസ് ആൻ എൻറ്റിറ്റി ദാറ്റ് കൺട്രോൾ വൺ ഓർ മോർ എൻറ്റിറ്റി. പാരൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ എൻറ്റിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന എൻറ്റിറ്റിനെയാണ് നമ്മൾ പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ റിലയൻസിൻ്റെ എക്സാമ്പിളിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ജിയോ, അതുപോലെ തന്നെ ന്യൂസ് 18 അങ്ങനെയുള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയാണ് പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ആൻ എൻ്റർപ്രൈസ്. ഇതൊരു എൻ്റർപ്രൈസ് ആണ്. ദാറ്റ് ഹാസ് വൺ ഓർ മോർ സബ്സിഡിയറി. ഒന്നോ അതിൽ കൂടുതലോ സബ്സിഡിയറി ഉണ്ട്. അങ്ങനത്തെ എൻറ്റിറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്? പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്പനി, ഇതൊരു കമ്പനിയാണ് വിച്ച് ഇറ്റ് ഹോൾഡ്സ്, അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ദ മെജോറിറ്റി, അതായത് മോർ ദാൻ 50% ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് അനദർ കമ്പനി. മറ്റൊരു കമ്പനിയുടെ മെജോറിറ്റി ഷെയർ, അതായത് 50% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പാരൻറ്റ് കമ്പനി, ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് പാരൻറ്റ് കമ്പനി എന്ന് പറയുക. പാരൻറ്റ് കമ്പനി ഈസ് ആൾസോ നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി. പാരൻറ്റ് കമ്പനിനെ ഹോൾഡിംഗ് കമ്പനി എന്നും പറയാം. ഇനി സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സബ്സിഡിയറി ഈസ് എ കമ്പനി, അതൊരു കമ്പനിയാണ് ഹൂസ് മെജോറിറ്റി ഓഫ് ഇക്വിറ്റി ഷെയർസ് ആർ ഹെൽഡ് ബൈ അനദർ കമ്പനി. ഒരു കമ്പനിയുടെ മെജോറിറ്റി ഷെയറും മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പേരൻ്റ് ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനിയാണ് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, എ സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ ഹൂസ്, അതിൻ്റെ മെജോറിറ്റി ഓഫ് ഇക്വിറ്റി ഷെയർ, അതിൻ്റെ മെജോറിറ്റി ഷെയറും ആർ ഹെൽഡ് ബൈ അനദർ കമ്പനി, മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹോൾഡ് ചെയ്യുന്നതാരാ? പാരൻറ്റ് കമ്പനി. അപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്യപ്പെടുന്ന കമ്പനി നമ്മൾ സബ്സിഡിയറി കമ്പനി എന്ന് പറയും. ഒരു കമ്പനീൻ്റെ ഷെയർ എല്ലാം മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഹോൾഡ് ചെയ്യപ്പെട്ട കമ്പനീനെ നമ്മൾ എന്ത് പറയുന്നത്? സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. ഇഫ് ദ പാരൻറ്റ് ഹാസ് പർച്ചേസ്ഡ് 100% ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർസ്, മുഴുവൻ ഷെയറും ഒരു കമ്പനി പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സബ്സിഡിയറി കമ്പനി നമ്മൾ വിളിക്കുന്നതാണ് ഹോളി ഓൺഡ് സബ്സിഡിയറി എന്ന് വിളിക്കും. ഇത് രണ്ടുമാണ്. ഈ 3 നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പാരൻറ്റ്, സബ്സിഡിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിലുള്ള എല്ലാ തിയറിയും പറയാനല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, അതും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് കമ്പനി എന്ന് പറഞ്ഞാൽ ആ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും ഒന്നിച്ച് പറയുന്നതാണ് ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നത്. ഇഫ് വൺ കമ്പനി ഓൺസ് മോർ ദാൻ 50% ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് അനദർ കമ്പനി, ദ ഫസ്റ്റ് കമ്പനി ഈസ് പാരൻറ്റ് കമ്പനി, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ആൻഡ് സെക്കൻഡ് കമ്പനി ഈസ് സബ്സിഡിയറി കമ്പനി, അല്ലേ? അങ്ങനെ ദ പാരൻറ്റ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി ആർ കളക്റ്റീവ്ലി കോൾഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനി. അപ്പോൾ പാരൻറ്റ് കമ്പനിനെയും സബ്സിഡിയറി കമ്പനിനെയും കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന്. അത്രയേ ഉള്ളൂ. ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഷോർട്ട് ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് പാരൻറ്റ് ആൻഡ് സബ്സിഡിയറി. ഗ്രൂപ്പിൽ പാരൻറ്റും സബ്സിഡിയറിയും ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് പറയാം. ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഹോൾഡിംഗ് ഉള്ള ഗ്രൂപ്പ് സ്ട്രക്ചർ ഉണ്ടാവാം, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് ഉണ്ടാവും. ഡയറക്റ്റ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കും പി ഡയറക്റ്റ് ആയിട്ട് എസ്സിലേക്ക് ഹോൾഡ് ചെയ്യുന്നത്, പി ഡയറക്റ്റ് ആയിട്ട് S2 ഹോൾഡ് ചെയ്യുന്നത്, പി ഡയറക്റ്റ് ആയിട്ട് S3 ഹോൾഡ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ഹോൾഡിംഗ്. ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ, ഇതിൻ്റെ ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലസ്റ്റ് ആണ്. ഈസ് വൺ വിച്ച് എ പാരൻറ്റ് കമ്പനി ഹാസ് ഓൺലി എ ഡയറക്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ ഷെയർസ് ഓഫ് സബ്സിഡിയറി കമ്പനി. ഈ സബ്സിഡിയറി കമ്പനീൻ്റെ ഷെയറിൽ ഡയറക്റ്റ് ഇൻട്രസ്റ്റ് ഉള്ളത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പിക്ക് S1 ഡയറക്റ്റ് ഷെയറിംഗ് ആണ്, പിക്ക് S2 80% ഉണ്ട്, S3 ഉണ്ട്. അപ്പോൾ 50% കൂടുതലുണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടാണ്. പി എന്നെ ഡയറക്റ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കല്ല. അത് ഇൻഡയറക്റ്റ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എ പാരൻറ്റ് കമ്പനി മേ ഹാവ് ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് ഇൻ ഇറ്റ്സ് സബ്സിഡിയറി. ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടാവും. ദിസ് ക്യാൻ ലീഡ് ടു മോർ കോംപ്ലക്സ് ഗ്രൂപ്പ്
സ്ട്രക്ചർ. അങ്ങനെ ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ സിമ്പിൾ ഗ്രൂപ്പ് സ്ട്രക്ചർ അല്ല വരിക, കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് സ്ട്രക്ചറാണ് വരിക. അതിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോൾ പിക്ക് S1 എസ്സിൽ എന്തുണ്ട്, ഡയറക്റ്റ് ഹോൾഡിംഗ് ഉണ്ട്. എസ്സിന് SS-ലും ഡയറക്റ്റ് ഹോൾഡിംഗ് ഉണ്ട്. പി എന്താണ്, പിയുടെ സബ്സിഡിയറിയാണ് എസ്സിൻ്റെ സബ്സിഡിയറിയാണ് SS. അങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇവിടെ SS-ഉം തമ്മിലുള്ള ബന്ധം എന്താണ്, പി പാരൻ്റ് ആണ്, SS സബ്സിഡിയറി. എങ്ങനെ, ഇൻഡയറക്റ്റ് ഹോൾഡിങ്. ഈ പീൻ്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എസ്സിന് എന്ത് ചെയ്യുക, എസ്സിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പിക്ക് കഴിയും, കാരണം 51% ഷെയർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനി SS-ൽ തീരുമാനം എടുക്കാൻ എസ്സിനും കഴിയും. അപ്പോൾ എസ്സിൻ്റെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പിക്കും കഴിയും. അങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണിത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൽ ഇവിടെ ഡയറക്റ്റ് കണക്ഷൻ ഇല്ലെങ്കിലും പീനെ ഇൻഡയറക്റ്റ് ആയിട്ട് പിക്ക് എന്ത് ചെയ്യുക, SS-നെ ഇൻഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇൻഡയറക്റ്റ് ഹോൾഡിംഗ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ SS എന്താണ്, പീൻ്റെയും കൂടി സബ്സിഡിയറിയാണ്. പക്ഷേ ഡയറക്റ്റ് ഹോൾഡിങ്ങിലൂടെ അല്ല, ഇൻഡയറക്റ്റ് ഹോൾഡിങ്ങിൽ. ഇതിപ്പോൾ എത്ര ആലോചിച്ചാൽ മതി, ഇത് ഗ്രാൻഡ് ഫാദർ, ഇത് ഫാദർ, ഇതെന്താണ്, ചൈൽഡാണ്. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദറിന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എൻ്റെ ചൈൽഡാന്ന് പറഞ്ഞുകൂടെ, അത് ഡയറക്റ്റ് ചൈൽഡാണോ, ഇൻഡയറക്റ്റ് ചൈൽഡ്, അതേപോലെ തന്നെ, അത്രേ ഉള്ളൂ. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത്, W എന്ന് പറഞ്ഞ പാരൻറ്റ് കമ്പനിക്ക് ഇവിടെ 100% ഷെയർ ഉണ്ട്, ഇവിടെ 100% ഷെയർ ഉണ്ട്. എന്നാൽ എക്സിന് ഇവിടെയും ഷെയർ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഡബ്ല്യുവും സെഡും തമ്മിൽ പരസ്പരം എന്താണ്, കണക്റ്റഡ് ആണ്. ഈ രണ്ടാളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഷെയർ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഇവിടെ നോക്ക്, പിക്ക് ക്യൂവിൽ 75% ഷെയർ ഉണ്ട്. ഈ ക്യൂക്ക് ആറിൽ എന്തുണ്ട്, 36% ഷെയർ ഉണ്ട്. ഇവിടെ പിക്ക് ഡയറക്റ്റ് ആറിലും 50% ഷെയർ ഇല്ല. പക്ഷേ എന്തുണ്ട്, പിക്കും ക്യൂക്കും കൂടിയിട്ട് ആറിൽ എന്തുണ്ട്, 50% കൂടുതൽ ഷെയർ ഉണ്ട്. ഇങ്ങനെയാണെങ്കിലും ആർ എന്താണ്, പിയുടെ എന്താണ്, സബ്സിഡിയറി കമ്പനിയാണ്. അത്രയേ ഉള്ളൂ ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡയറക്റ്റ് ഹോൾഡിങ്ങും ഇൻഡയറക്റ്റ് ഹോൾഡിങ്ങും തമ്മിൽ. ഡയറക്റ്റ്ലി കണക്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഹോൾഡിംഗ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ഇപ്പോൾ പിക്ക് SS-ൽ കണക്ഷൻ ഇൻഡയറക്റ്റ് ആണ്. അതേപോലെ തന്നെ ഡബ്ല്യുക്ക് സെഡിലുള്ള കണക്ഷൻ ഇൻഡയറക്റ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെ പിക്ക് ആറിൽ ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് പകുതി പോലും ഇല്ല. അപ്പോൾ ഇത് രണ്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് ആണ്. ഇത്രയൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇത്ര ഇതിലുള്ളൂ. ഇനി ഇതിൻ്റെ എന്താണ്, കൺസോൾട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ, നീഡ് ഫോർ കൺസോൾട്ടേഷൻ. ഇങ്ങനെ കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്കേണ്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്, ഇതെന്താണ്, ടു ഷോ ദ ഫുൾ പിക്ചർ, യഥാർത്ഥ പിക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കൺസോൾട്ടേഷൻ ഗിവ്സ് എ ക്ലിയർ പിക്ചർ ഓഫ് ഹോൾ ഗ്രൂപ്പ് ആസ് എ സിംഗിൾ ബിസിനസ്. ഇറ്റ് ഷോസ് ദ കമ്പൈൻഡ് അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ പിക്ചർ കിട്ടും, ഒരു ബിസിനസ്സിൻ്റെ മൊത്തം പിക്ചർ ഇതിലൂടെ കിട്ടും. അതേപോലെ തന്നെ ടു അവോയ്ഡ് കൺഫ്യൂഷൻ, ഫുൾ പിക്ചർ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ ആയില്ലേ. അതാണ് രണ്ടാമത്തെ, ടു അവോയ്ഡ് കൺഫ്യൂഷൻ. ഇഫ് ഈച്ച് കമ്പനി റിപ്പോർട്ട് സെപ്പറേറ്റ്ലി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ്സ് റിയൽ ഫിനാൻഷ്യൽ പൊസിഷൻ. ആ ഗ്രൂപ്പിൻ്റെ റിയൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ കഴിയില്ല. അങ്ങനെ കൺസോൾട്ടേഷൻ റിമൂവ്സ് ദ കൺഫ്യൂഷൻ. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ നമ്പറും ഒന്നിച്ചു കൊണ്ടുവന്നുണ്ട്, എല്ലാ സെയിൽസ് ടോട്ടൽ എത്ര, പർച്ചേസ് ടോട്ടൽ എത്ര, അങ്ങനെ. ടു റിമൂവ് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. പരസ്പരം ജിയോയും നോട്ട്സ് 18 അതേപോലെ തന്നെ മറ്റുള്ള കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള കമ്പനി. ഇപ്പോൾ ആപ്പിളിൻ്റെ കേസ് എടുത്തോ, ഐപാഡ്, ആപ്പിളിൻ്റെ നോട്ട്ബുക്ക്, മാക്ബുക്ക്, ഇങ്ങനെ ഓരോന്നും പരസ്പരമുള്ള ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അത്തരം നൂലാമാലകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് കമ്പനീസ് ഓഫൻ ട്രേഡ് വിത്ത് ഈച്ച് അതർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യും. ദീസ് ഇൻറ്റേർണൽ ഡീൽസ് ആർ റിമൂവ്ഡ് ഇൻ കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കൺസോൾട്ടേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് എന്ത് ചെയ്യണ്ട, വെവ്വേറെ കാണിക്കണ്ട, ഒറ്റൊന്ന് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, ആസ് എ ഹോൾ എടുക്കുമ്പം ഞാൻ എന്നോട് തന്നെ കടം വാങ്ങൂലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ് റിമൂവ് ചെയ്യാൻ പറ്റും. ടു ഫോളോ അക്കൗണ്ടിങ് റൂൾസ് ഫോളോ ചെയ്യൽ സുഖമായിട്ട് വരും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ലൈക്ക് AS 10
റിക്വയർ കൺസോൾട്ടേഷൻ വെൻ ദർ ഈസ് കൺട്രോൾ ഉണ്ടെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110 പറയുന്നത് കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് കൺസോൾട്ടേഷൻ ചെയ്യുന്നതോടുകൂടി അക്കൗണ്ടിങ് റൂൾ നമുക്ക് പാലിക്കാൻ പറ്റും. ഇനി ടു ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതേഴ്സ്, ഇൻവെസ്റ്റേഴ്സിനെയും മറ്റുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ സഹായിക്കാനാണ്. ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്സ് ആൻഡ് അതർ യൂസേഴ്സ് വാണ്ട് ടു സീ ഹൗ ദ ഹോൾ ഗ്രൂപ്പ് ഈസ് ഡൂയിങ്, എങ്ങനെയാണ് ഹോൾ ഗ്രൂപ്പ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നീഡ് ഫോർ കൺസോൾട്ടേഷൻ, ഒന്ന് ഷോ ഫുൾ പിക്ചർ, രണ്ടാമത്തെ ടു അവോയ്ഡ് കൺഫ്യൂഷൻ, മറ്റൊന്ന് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ് റിമൂവ് ചെയ്യാൻ പറ്റും, അക്കൗണ്ടിങ് റൂള് ഫോളോ ചെയ്യണം. INDAS 110 പ്രകാരം ഇത് ഉണ്ടാക്കണം, ഇത് കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താണ്? കൺസോൾട്ടേഷൻ്റെ ആവശ്യകതയാണ്. അപ്പോൾ അത് അക്കൗണ്ടിങ് റൂൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇനി മറ്റു ടോപ്പിക്കുകൾ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കുറേ പ്രോബ്ലംസ് ആണ്. ഓരോന്നായിട്ട് കുറച്ച് നമ്മൾ മെല്ലെ ഈ ചാപ്റ്ററിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നല്ലപോലെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.